ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരു പ്രതികരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു റേപ്പ് കേസും സംബന്ധിച്ച് കേട്ടിട്ടില്ല. ഇയാൾ ആരെയാണ് ഈ പറയുന്ന സംരക്ഷിക്കാൻ നോക്കുന്നത്? ദിലീപിനെയാണോ സംരക്ഷിച്ചത്? ദിലീപ് അതിനകത്ത് പങ്കില്ലെന്നേ. ദിലീപ് ആ കാരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇയാൾ ഈ പറയുന്ന ഗ്യാങ് റേപ്പ് അവിടെ നടക്കത്തില്ല, സ്ഥലം ഉണ്ടായിരുന്നില്ല, വെളിച്ചം ഉണ്ടായിരുന്നില്ല. അഖിൽമാരാർ അപ്പൊ ആരെയായി സംരക്ഷിക്കാൻ നോക്കുന്നത്? പൾസർ സുനിയാണോ? പൾസർ സുനി ആരാ? അഖിൽമാരാറുടെ മാമനോ? റേപ്പ് പോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നത് ഏത് തരത്തിലുള്ള ശൈലിയാണെന്ന് മനസ്സിലാവുന്നില്ല. അഖിൽമാരാർ ചിലപ്പോ അഖിൽമാരാറുടെ ഭാര്യയുടെ കൂടെ പോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയാണ് ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കണം നട റോഡില്. എന്തടിസ്ഥാനത്തിലാണ് കോടതി വെറുതെ വിട്ട ഒരാളെ അങ്ങനെ ഒരു കൊച്ചു കുട്ടി പോലും സംസാരിക്കുന്നെങ്കിൽ അതിനാരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഈ രണ്ട് അവര് ചുംബിച്ചെന്ന് അനുമോള് പറഞ്ഞതിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പ്രതികരിച്ച പ്രതികരണങ്ങൾ കണ്ടില്ല. ലാലേട്ടൻ വരോ ചോദിച്ചല്ലോ, എന്ത് മാനം കെട്ട പരിപാടിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് അവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് പുതപ്പിന്റെ അടിയിൽ കൊണ്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞത്. കോടതിയിൽ ഈ പറയുന്ന അതിജീവിതം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് 8.5 വർഷം ഈ പറയുന്ന നിയമ പോരാട്ടം നടത്തുന്നതും ദിലീപിലേക്ക് ആ പറയുന്ന കേസുകൾ എത്തിക്കാനുള്ള സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിലേക്ക് കേസ് എത്തിച്ചത്. രാഹുലെ, നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ 8.5 വർഷം നീണ്ട വിധികളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഖിൽമാരാർ പൊതുവെ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ദിലീപ് പുറത്തേക്ക് വന്ന സമയത്ത് അഖിൽമാരാറുടെ പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ, ഓരോരുത്തർക്ക് വ്യക്തിപരമായിട്ടുള്ള അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്താണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് അവരുടെ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പൊതു ഇടത്തിലേക്ക് വന്ന് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് പറയേണ്ട അല്ലെങ്കിൽ അതൊരു വിക്ടിമിനെ ബാധിക്കും എന്നൊരു സാമാന്യ ബോധം വേണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് അഖിൽമാരാറുടെ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു. അതിനകത്തിൽ കുറെ അധികം സംശയങ്ങളും നിഗമനങ്ങളും ഒക്കെ ദിലീപിന് ഇതിൽ പങ്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം അത് പറയുന്നത്. പക്ഷേ പറഞ്ഞൊരു കാര്യമാണ്, ഈ SUV ഈ കാറിൻ്റെ അകത്ത് ബാക്ക് സൈഡിൽ റേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയോ കൊണ്ടുപോയി റേപ്പിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഒരു പ്രതികരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു റേപ്പ് കേസും സംബന്ധിച്ച് കേട്ടിട്ടില്ല. ഇയാൾക്കും 2 പെൺമക്കൾ തന്നെ അല്ലേ ഉള്ളത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു മനസാക്ഷി വേണ്ടേ? ഉറപ്പായിട്ടും ഞാൻ ആ പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ കാറിന്റെ ബാക്ക് സൈഡിൽ വെച്ച് അതൊന്ന് ഡെമോ കാണിക്കാൻ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നോക്കാൻ ആ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ദിലീപിനെതിരെ അതായത് കോടതി വെറുതെ വിട്ട ഒരാളെ, പ്രതിയാണോ അല്ലയോ, കോടതി എന്തായാലും വെറുതെ വിട്ട ഒരാളെ പൊതുസമൂഹത്തിൽ അയാളെക്കുറിച്ച് വിമർശിക്കാമെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് വലിയ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിലീപിനെ വിമർശിച്ചിട്ടുള്ളതെല്ലാം ഈ പറയുന്ന ഈ ഓരോ സമയങ്ങളിലും സാക്ഷികളുടെ അല്ലെങ്കിൽ സാക്ഷികൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ദിലീപിനെ വിമർശിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കാം ഈ കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഒരു റേപ്പ് തന്നെയായിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. ആ അതിജീവിതം എന്ന് പറയാണ് എന്തുകൊണ്ട് ചിന്തിക്കുന്നു ആതിര? അതിജീവിതക്കാണ് അവിടെ റേപ്പ് സംഭവിച്ചിട്ടുള്ളത്, ദിലീപിനല്ല റേപ്പ് ഉണ്ടായിട്ടുള്ളത്. അത് ദിലീപ് മാത്രമല്ലോ കുറ്റവാളികൾ. ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോടതി വെറുതെ വിട്ടൊരാളെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടി നിന്ന്? കോടതി വെറുതെ വിടാനുള്ള ഇപ്പൊ ഈ പറയുന്ന വിധി പട്ടിക ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കൃത്യമായി ഇയാൾ ഇത് ചെയ്തിട്ടില്ലാത്തതിന്റെ ഈ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഇങ്ങനെ കുറെ തെളിവുകളുടെ അഭാവം കൊണ്ട് തന്നെയായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങളാണോ പ്രതിയെ നിശ്ചയിക്കുന്നത്? മാധ്യമങ്ങളും ഈ പറയുന്ന ജനതയും പൊതുവെ വിധി അല്ലെങ്കിൽ പ്രതികളെ നിർണ്ണയിക്കുന്നതൊക്കെ കൃത്യമായി കോടതി പ്രകാരം പോവുകയും കോടതിയിൽ ഈ പറയുന്ന അതിജീവിതം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് 8.5 വർഷം ഈ പറയുന്ന നിയമ പോരാട്ടം നടത്തുന്നതും ദിലീപിലേക്ക് ആ പറയുന്ന കേസുകൾ എത്തിക്കാനുള്ള സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിലീപിലേക്ക് കേസ് എത്തിച്ചത്. ദിലീപിനെ പോലെ അല്ലെങ്കിൽ ദിലീപിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു പറയുന്ന സിനിമാ സംഘടന അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന തലപ്പത്തുള്ള ഒരാളാണ് ദിലീപ്. 84 ദിവസം ദിലീപ് ആ ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള സാക്ഷിമൊഴികളും ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുന്ന രീതിയിൽ അയാളെ കൂടാതെ ഒരു സംശയത്തിന്റെ പേരിൽ എങ്ങനെയാണ് 84 ദിവസം ഒരാളെ ജയിലിടാൻ പറ്റുന്നത്? ഇതിനു മുമ്പ് ഇവിടെ ആദ്യം അയാൾ എന്തിനാണ് 84 ദിവസം ഇട്ടിരുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, കാരണം ഇയാൾക്ക് ഇതിനകത്ത് ഒരു കാര്യം ചോദിച്ചോളൂ, ദിലീപിനെതിരെ പ്രവർത്തിക്കുന്നവരെ പോലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയിലുണ്ടല്ലോ, അവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള ഈ കാര്യം എന്ന് പറയുന്നത്
തരം താഴ്ന്നതിന്റെ അപ്പുറത്തേക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ റേപ്പ് പോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നത് ഏത് തരത്തിലുള്ള ശൈലിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന രീതിയിൽ പീഡനത്തിന്റെ തീവ്രത പോയി അളക്കാൻ പറയുന്നത് ഏത് തരത്തിലുള്ള നിങ്ങൾ അഖിൽമാരാറെ കുറിച്ച് സംസാരിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയാണ് ദിലീപിനെ പച്ചയ്ക്ക് കത്തിക്കണം നട റോഡിൽ. എന്തടിസ്ഥാനത്തിലാണ് കോടതി വെറുതെ വിട്ട ഒരാളെ അങ്ങനെ ഒരു കൊച്ചു കുട്ടി പോലും സംസാരിക്കുന്നെങ്കിൽ അതിനാരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? കത്തിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ കൊടുക്കുക. അതിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനു മുമ്പും ഇവിടെ റേപ്പ് കേസ് ഉണ്ടായ സമയത്ത് ഈ പറയുന്ന പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ കുറെ അധികം ആൾക്കാരെ വെറുതെ വിട്ടിട്ടുള്ള ഒരു നിയമസ്ഥിതി ഇവിടെ ഉണ്ടായിരുന്നു. നിയമത്തിന്റെ പഴുതുകളിലൂടെ ഒരുപാട് പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന നമ്മൾ ഈ വധശിക്ഷ പല റേപ്പ് കേസ് പല റേപ്പ് കേസിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരമോന്നത ശിക്ഷ തന്നെ കിട്ടണം. കേട്ടിട്ടില്ലേ എത്ര കേസുകളിൽ എല്ലാവരുടെയും വിക്ടിംസിന്റെ സൈഡിൽ നിന്ന് കേട്ടുള്ള കാര്യം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്ന് വെച്ച് കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത് അയാളുടെ ഭാഗത്ത് നിന്നുള്ള ഏത് രീതിയിലും അവരെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നവരോട് ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. അഖിൽമാരോട് നിങ്ങൾ അഭിപ്രായം പറയരുത്, നിങ്ങൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യരുത്, ഈ പറയുന്ന കേസിനാളും ഇങ്ങനെ കയറി മുറിച്ച് സംസാരിക്കരുതെന്ന് ഒരാൾ പോലും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ റേപ്പിനെ നോർമലൈസ് ചെയ്തു. പിന്നെ നിങ്ങളൊക്കെ പോയി ഡെമോൺസ്ട്രേറ്റ് സ്ഥലമില്ല. അഖിൽമാരാറ് ചിലപ്പോ അഖിൽമാരാറുടെ ഭാര്യയുടെ കൂടെ പോയി ഡെമോൺസ്ട്രേറ്റ് പുള്ളി എന്താ പറഞ്ഞത്? അല്ലാതെ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കില്ല. പുള്ളിയെ കുറ്റം പറയാനും മറ്റുള്ള രീതിയിൽ അപവാദങ്ങൾ സൃഷ്ടിക്കാനോട് ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കൂ. കാറിനകത്ത് നടക്കത്തില്ല. അപ്പൊ ഈ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത്ര കാറിനകത്ത് നടന്ന റേപ്പ് കേസസ് ഒക്കെ വെറും അതിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ അതിൽ സംഭവിക്കില്ല എന്നാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ട അത്രയും കേസുകൾ കാറിനകത്ത് വെച്ച് നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം തെറ്റാണ്. അപ്പൊ കാറിനകത്തിൽ ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്. റേപ്പ് കേസ് അഖിൽമാരോട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് റേപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ചെയ്തത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവരെ നഗ്നയാക്കി ഇത് ഇത്രയാണ് ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്കും പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സെക്ഷൽ ഇന്റർകോഴ്സും ഇങ്ങനത്തെ പ്രകാരമുള്ള കാര്യങ്ങളൊന്നും അതിന്റെ ബാക്കിൽ നടക്കില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് നടന്നിട്ടുള്ളത്. ആ പെൺകുട്ടി പറഞ്ഞു അവർക്ക് ഇവരുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്കും അതേ രീതിയിൽ ഒരു പെൺകുട്ടികളുടെ അച്ഛൻ വന്നിട്ട് പറയുകയാണ് അങ്ങനെയൊന്നും നടന്നിട്ടില്ല, അത്ര തീവ്രതയൊന്നും ഇതിനകത്തിലില്ല. ഈ പറയുന്നത് ഇതിനു മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടം കേസ് വന്ന സമയത്ത് CPM-ന്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീവ്രതയില്ല, ഞങ്ങൾ ചെയ്ത പീഡനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളതൊക്കെ തീവ്രത കുറഞ്ഞതും അപ്പുറത്തുള്ളത് തീവ്രത കൂടിയതുമാണ്. അതിന്റെ തന്നെ മറ്റൊരു കമ്പാരിസൺ ആണ് ഇപ്പുറത്ത് ഇവിടെ വന്ന് അഖിൽമാരെ കാര്യം പറഞ്ഞതിനല്ല ഈ പറയുന്നത്, ദിലീപിന്റെ കാര്യത്തിലോടല്ല ഈ പറയുന്നത്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്കും ഈ ബാക്കിയുള്ള പ്രതികളെയും കൂടെ ഒരു സംരക്ഷണ വലയങ്ങളിലേക്ക് പോകുന്ന രീതിയിൽ ഇപ്പോ കോടതി പ്രകാരമായിട്ട് ഈ ഇവർക്ക് പ്രായക്കുറവുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുറെ അധികം ഇളവുകൾ ഈ പറയുന്ന പ്രതികൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും ഇയാൾ ഈ സാധനം കൊണ്ടുവെക്കുന്ന സമയത്തേക്ക് എന്താ പറയുന്നത് ഒരു നടന്ന അവരെ വീണ്ടും ഒരു റേപ്പ് വിക്ടിമിന് പോലും ഈ സാധനം കേൾക്കുമ്പോൾ അത്ര അങ്ങോട്ട് സന്തോഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്ക്. പണ്ട് ബിഗ് ബോസിനകത്തില് ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടായ സമയത്ത് അനുമോളും മസ്താനിയും ഒരു പുതപ്പ് കൊണ്ടുവന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയ സമയത്ത് ഇതേപോലെ കുറെ ആൾക്കാർ വന്ന് ഇയാൾ ഉൾപ്പെടെയുള്ള പലരും വന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തുവായി നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് അപമാനകരമായ ഒരു സാധനമാണ്, സദാചാരത്തിന്റെ അങ്ങ് കൊടിമൂലയൊക്കെ പിടിച്ച് നിർത്തിയ ആൾക്കാരായിരുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പറയാം റേപ്പിന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നോക്കാൻ. ഇപ്പുറത്ത് ഈ രണ്ട് അവര് ചുംബിച്ചെന്ന് അനുമോള് പറഞ്ഞതിന്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പ്രതികരിച്ച പ്രതികരണങ്ങൾ കണ്ടു. ലാലേട്ടൻ വരോ ചോദിച്ചല്ലോ എന്ത് മാനം കെട്ട പരിപാടിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്, ഒരു പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് അവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് പുതപ്പിന്റെ അടിയിൽ കൊണ്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി അങ്ങ് വളരെ വലിയ പ്രതികരണങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ. ഇപ്പൊ ഇപ്പുറത്ത് വന്നിട്ട് ഇയാൾ പറഞ്ഞിരിക്കുക റേപ്പ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാൻ. ഇത്ര തരം താഴ്ന്ന രീതിയിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ പറഞ്ഞത് ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് സംസാരിക്കുന്നുള്ളൂ. ഇപ്പൊ പുള്ളിയുടെ നിലവാരത്തിന് അത് പറഞ്ഞു. ആ പറഞ്ഞ വീണ്ടും അയാൾ അത് ഇത് ചെയ്തോണ്ടിരിക്കുക നോർമലൈസ് ഇങ്ങനെയാണ്. നോർമലൈസ് പറയാൻ പറ്റത്തില്ല. റേപ്പിനെ ഇപ്പൊ നേരത്തെ ഒരു പറഞ്ഞില്ലേ ഒരു കുട്ടി എങ്ങനെയാണോ ഇൻഫ്ലുവൻസ് ചെയ്ത് ദിലീപിനെ കത്തിക്കും എന്ന സ്ഥിതിയിലേക്ക്, അതിന്റെ മറ്റൊരു വെർഷനാണ് ഈ അഖിൽമാരനെ കണ്ടിട്ട് അടുത്തൊരു റേപ്പ് കേസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് തീവ്രത കൂടിയതാണോ തീവ്രത കുറഞ്ഞതാണോ എന്ന് അളക്കാൻ നാളെ ഒരാൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇയാളെയും ഇതേ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തന്നെ ആൾക്കാരായിരിക്കും വരുന്നത്. ഇയാൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് രാഹുൽ തന്നെ അറിയാലോ. അഖിൽ മാരാറുടെ പല ഈ പറയുന്ന പ്രസ്താവനകളും കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ. ആ ആൾക്കാരെ സംബന്ധിച്ച് അവർ ഈ കാര്യം കേൾക്കുമ്പോഴും ഓക്കെ അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്തു പോകും.
അത് തെറ്റാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വിക്ടിമിനെ ഇങ്ങനെ അങ്ങോട്ട് തരം താഴ്ന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ അവരെ പ്രതികരിക്കാം? ഈ പറയുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന കോടതി വിധി സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നല്ലോ, ദിലീപ് അല്ല SUV-യുടെ ബാഗിൽ ഇരുന്നതും പൾസർ സുനി ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ് ആയിരുന്നു അതിന്റെ അകത്തിരുന്നത് ചെയ്തത്. ഉറപ്പാണല്ലോ. ദിലീപിന് അതിനകത്തിൽ ഒരു പങ്കുമില്ല, ദിലീപ് ആ കാരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വിധി വന്ന സമയത്ത് ഈ 20 വർഷത്തോളം ഈ പറയുന്ന ശിക്ഷ കിട്ടിയത് ആർക്കൊക്കെയായിരുന്നു? പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കായിരുന്നു ശിക്ഷ കിട്ടിയത്. എന്തിനായിരുന്നു കിട്ടിയത്? ഈ പറയുന്ന ഗ്യാങ് റേപ്പ് എന്ന് വെച്ചാൽ ഒരാള്, ഈ 2 പേരാണ് ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ളൊരു കൊട്ടേഷൻ ആ രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. ചെയ്യുകയാണെങ്കിൽ 2 പേര് മാത്രം, പൾസർ സുനിയും അപ്പുറത്തിരുന്ന് അവർ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇയാൾ ഈ പറഞ്ഞ രീതിയിൽ SUV-ന്റെ ബാക്കിൽ ഈ കാര്യം നടക്കത്തില്ല. അപ്പോ ഇയാൾ ആരെയാണ് ഈ പറയുന്ന സംരക്ഷിക്കാൻ നോക്കുന്നത്? ദിലീപിനെയാണോ സംരക്ഷിച്ചത്? ദിലീപ് അതിനകത്ത് പങ്കില്ലെന്നേ. ദിലീപ് ആ കാരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇയാൾ ഈ പറയുന്ന ഗ്യാങ് റേപ്പ് അവിടെ നടക്കത്തില്ല. സ്ഥലം ഉണ്ടായിരുന്നില്ല, വെളിച്ചം ഉണ്ടായിരുന്നില്ല. അഖിൽമാരാരപ്പ ആരെയായി സംരക്ഷിക്കാൻ നോക്കുന്നത്? പൾസർ സുനിയാണോ? പൾസർ സുനി ആര്? അഖിൽമാരാറ മാമനോ? അവിടെ പോയി സംരക്ഷിച്ചു. ദിലീപിനോടുള്ള പറയുന്ന അനുഭാവം നമുക്ക് മനസ്സിലാക്കാം. ദിലീപ് ആ കാറിൽ ഉണ്ടായിരുന്നില്ല, ദിലീപിന് അതിനകത്തിൽ പങ്കുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അങ്ങനെ സമർത്ഥിക്കാൻ പറ്റും. പക്ഷെ ഇപ്പുറത്തിരുന്ന് ഈ പറയുന്ന ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാൻ പറയുന്നത് ദിലീപിന് വേണ്ടിയിട്ടൊന്നുമല്ല. ദിലീപ് അതിനകത്തിൽ പങ്കില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ഈ പറയുന്ന രീതിയിൽ ഇത് പറയുന്നത്? ഈ പ്രതികളെ ഇത്ര അങ്ങോട്ട് സംരക്ഷിച്ചേ. ഈ പറയുന്ന ആണുങ്ങളോടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ള എക്സ്ട്രാ മനോഭാവം ഒക്കെ മനസ്സിലാക്കാം. പക്ഷേ അപ്പുറത്ത് ആ പറയുന്ന ഒരു വിക്ടിമുണ്ട്, അതും ഒരു സ്ത്രീയാണ്. അവര് കോടതി വന്ന് പറയാണ് തനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പൾസർ സുനി ഉൾപ്പെടെ ഈ 6 പേരുടെ പേരിലുണ്ടായി. ദിലീപിന്റെ പേരിൽ ഗൂഢാലോചനയ്ക്ക് മാത്രമാണ്, അയാളുടെ പേരിൽ റേപ്പ് എന്ന് പറയുന്ന ഒരു കേസൊന്നും വന്നിട്ടില്ല. ഗൂഢാലോചന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ദിലീപ് ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് തെളിയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു റേപ്പേ നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ പോകുന്ന അത്ര ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിനോടാണ് നമുക്ക് യോജിക്കാൻ പറ്റുക.